നമസ്കാരം. മാധ്യമപ്പടയെ ഒന്നടങ്കം രാത്രിക്ക് രാത്രി പത്തനംതിട്ടയിലെ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്നും പമ്പ കടത്തിയിരിക്കുകയാണ്. ചില പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ കയറിപ്പറ്റിയ മാധ്യമപ്പടയെ അടിച്ചൊതുക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും കൂടുതലും ഇഞ്ചിഞ്ചായിട്ട് മാധ്യമ സംഘങ്ങളാണ് വളഞ്ഞിട്ട് ആക്രമിച്ചത്. ശരിയാണ്, ഈ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ രാഹുലിനെ ഏറ്റവും കൂടുതൽ തേജോവധം ചെയ്തതും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കണം എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഓരോ ഇടത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുമ്പോഴും ദൃശ്യങ്ങൾ പകർത്തിയും ഒക്കെ തന്നെ രാഹുലിനെ തേജോവധം ചെയ്തത് മാധ്യമങ്ങളാണ്. അതുകൊണ്ട് ജാമ്യത്തിലിറങ്ങി പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അതിന് പിന്നാലെ വന്ന മാധ്യമപ്പടയെ നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ പീഡന കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിലിൽ മോചിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂരിലെ വീട്ടിൽ എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ്. ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് രാഹുൽ വീട്ടിലെത്തിയത്. ഈ സമയം വീടിന്റെ കവാടത്തിൽ നിന്ന മാധ്യമപ്രവർത്തകരെ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. രാഹുലിന്റെ വാഹനം വീട്ടിലേക്ക് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനാണ് മാധ്യമപ്രവർത്തകർ എത്തിയത്. മൂന്നാമത്തെ പീഡന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത്. 18 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശത്തുള്ള കോട്ടയം സ്വദേശിയായ യുവതിയെ തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന പരാതിയിലായിരുന്നു അറസ്റ്റ്. ജനുവരി 11-ന് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് നാടകീയമായാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ എടുത്തത്. ഉഭയസമ്മതത്തോടെ കൂടിയ ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വന്ന ചില വിള്ളലുകളാണ് പരാതിക്ക് കാരണമെന്നുമായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. ഇത് സാധൂകരിക്കുന്നതിനായി ശബ്ദ സന്ദേശവും വാട്സപ്പ് ചാറ്റുകളും ഹാജരാക്കി. ഇവ പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പരാതിക്കാരി മൊഴി നൽകാൻ വൈകിയെന്നും കേസിൽ നേരിട്ടുള്ള സാക്ഷികളില്ലെന്നും വ്യക്തമാക്കിയ കോടതി വിദേശത്തുള്ള പരാതിക്കാരിയെ പ്രതി എങ്ങനെ ഭീഷണിപ്പെടുത്താനാണെന്നും ചോദിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ പരാതിക്കാരികളെ അപമാനിക്കാൻ ശ്രമിക്കരുതെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പരാതി നൽകാൻ വൈകിയെന്നും അറസ്റ്റിന്റെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും നിരീക്ഷിച്ച കോടതി ലൈംഗിക പീഡന കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. രാഹുലിനെതിരായ മൂന്നാമത്തെ പീഡന കേസിലാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കാനഡയിലുള്ള അതിജീവിതയെ പ്രതി എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്നായിരുന്നു വിധിയിൽ പറയുന്നുണ്ട്. ബന്ധം പരസ്പര സമ്മതത്തോടെയാണെന്നും തെളിയിക്കുന്ന ശബ്ദരേഖ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. യുവതിയുടെ മാത്രം ശബ്ദമുള്ള പെൻഡ്രൈവാണ് പ്രതിഭാഗം ഹാജരാക്കിയത്. ആരുടെയും സമ്മർദ്ദമില്ലാത്ത രീതിയിലാണ് പെൻഡ്രൈവിലെ യുവതിയുടെ ശബ്ദരേഖ കേൾക്കുന്നത് എന്ന നിരീക്ഷണവും കോടതി നടത്തി. എന്നാൽ ഇത് അതിജീവിതയുടെ ശബ്ദമാണെന്ന സ്ഥിരീകരണം കോടതി നടത്തിയില്ല. വിവാഹ വാഗ്ദാനം എങ്ങനെ നൽകുമെന്ന കോടതി കൃത്യമായ ചോദ്യവും ചോദിച്ചിരുന്നു. എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകാൻ കഴിയുക? കോടതി അന്വേഷണം പൂർത്തിയാകും വരെ റിമാൻഡ് തുടരേണ്ട സാഹചര്യമില്ലെന്നും കുറ്റാരോപിതൻ ജാമ്യത്തിലായാലും അന്വേഷണം പൂർത്തിയാക്കാമെന്നും വിലയിരുത്തിയാണ് ജാമ്യം അനുവദിച്ചത്. തെളിവ് ശേഖരണത്തിന് മതിയായ സമയം ലഭിച്ചെന്നും ഉത്തരവിലുണ്ട്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും വരെ 3 മാസം എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണവുമായി സഹകരിക്കണം. വിളിപ്പിച്ചാൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. പരാതിക്കാരിയെ നേരിട്ടോ സമൂഹ മാധ്യമത്തിലൂടെയോ ഭീഷണിപ്പെടുത്താൻ പാടില്ല തുടങ്ങിയ നിബന്ധനകളാണ് ജാമ്യ ഉത്തരവിൽ ഉള്ളത്. തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലെ പീഡനം കഴിഞ്ഞ് പരാതി നൽകാൻ വൈകിയെന്ന് ഉത്തരവിൽ പറയുന്നു. കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞും പരാതിക്കാരിയും പ്രതിയും നല്ല ബന്ധത്തിലായിരുന്നു. വിവാഹിതരായിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകാൻ കഴിയുമെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടി. പാലക്കാട് ഒന്നിച്ച് ഫ്ളാറ്റ് വാങ്ങാൻ ശ്രമിച്ച കാര്യം വിധിയിൽ ചൂണ്ടിക്കാട്ടി. കേസിൽ നേരിട്ടുള്ള സാക്ഷികളില്ല. പ്രതിക്കെതിരെ മറ്റ് പരാതികൾ ഉയർന്നപ്പോഴാണ് പരാതിക്കാരി രംഗത്തെത്തുന്നത്. ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ ശേഷവും പരാതിക്കാരി രാഹുലിന് പണം അയച്ചു. ഈ സമയത്തും രാഹുലുമായി നല്ല ബന്ധം തുടർന്നതിന് തെളിവായി ഫോൺ സന്ദേശങ്ങൾ ഉൾപ്പെടെ പ്രതിഭാഗം ഹാജരാക്കി. പീഡന കേസുകളിൽ പല കാരണങ്ങൾ കൊണ്ട് വിവരം പോലീസിനെ അറിയിക്കാൻ വൈകാറുണ്ട്. എന്നാൽ ഈ കേസിൽ 1 വർഷം 9 മാസവും പരാതി നൽകാൻ വൈകിയതിന് കൃത്യമായ വിശദീകരണം നൽകാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നിരന്തരം കുറ്റങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു. രാഹുൽ അന്വേഷണത്തോട് നിസ്സഹരിക്കുന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. മൊഴിപ്പകർപ്പ് പരാതിക്കാരി ഡൗൺലോഡ് ചെയ്ത് ഒപ്പ് രേഖപ്പെടുത്തി തപാല് വഴി SITക്ക് അയച്ചെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. നിരന്തരമായി സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടയാളാണ് എന്നും പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും വാദമുണ്ടായി. രാജ്യത്തിന് പുറത്തും പ്രതിക്ക് ബന്ധമുണ്ട്. പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾ തള്ളിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത്.
ആദ്യ സന്ദേശം അയച്ചത് യുവതി എന്ന പ്രതിഭാഗം ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത്. അതിലെ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ പരാതിക്ക് കാരണം. പരാതിക്കാരി വിവാഹിതയാണെന്നും രാഹുലിന് ആദ്യം സന്ദേശം അയച്ച് പരിചയപ്പെട്ടത് യുവതിയാണെന്നും പരാതി അടിസ്ഥാനമാക്കി പ്രതിഭാഗം വാദിച്ചു. വിവാഹിതയായ പരാതിക്കാരി അതേസമയം തന്നെ രാഹുലുമായി ബന്ധം സ്ഥാപിച്ചു. ഗർഭാവസ്ഥയിൽ ഉണ്ടായ ശാരീരിക പ്രയാസങ്ങൾ മറച്ചുവെച്ച് ഭർത്താവിനോട് പരാതിക്കാരി കളവ് പറഞ്ഞു. രാഹുലിനെ രക്ഷിക്കാനാണ് അന്ന് യുവതി ശ്രമിച്ചത്. രാഹുലിന്റെ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന വാദം തെറ്റാണ് എന്ന് ഇതിലൂടെ തെളിഞ്ഞു. രാഹുലിനെ കണ്ട് ഭ്രമിച്ചവരാണ് പരാതിക്കാരെന്നും പ്രതിഭാഗം വാദിച്ചു. പീഡനമല്ല, അവിഹിത ബന്ധമാണ് ഉണ്ടായതെന്നാണ് വിശദമായ വാദത്തിൽ പ്രതിഭാഗം പറഞ്ഞത്. കേസെടുത്തത് നിയമവിരുദ്ധമാണ്. നടപടി കൈകാര്യം ചെയ്തതിലും മൊഴിയെടുപ്പിലും വീഴ്ചയുണ്ടായി. പരാതി നൽകി 3 ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് ഹാജരായി. ഒപ്പിടണമെന്ന നിബന്ധന പാലിച്ചില്ലെന്നും ആരോപണം ഉണ്ടായി. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഈ മാസം 11-നാണ് രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 18 ദിവസമാണ് രാഹുൽ ജയിലിൽ കഴിഞ്ഞത്. പ്രതിയുടെ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്കായി കൈമാറിയിട്ടുണ്ട്. ഈ വർഷം ജനുവരി 8-ന് ഓൺലൈനായി മൊഴി രേഖപ്പെടുത്തി ജനുവരി 9-നാണ് തിരുവനന്തപുരത്ത് പരാതി സ്വീകരിക്കുന്നത്. മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ 18 ദിവസം റിമാൻഡിൽ കഴിഞ്ഞത്. ഇതേ കേസിൽ നേരത്തെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് പ്രതിഭാഗം സെഷൻസ് കോടതിയിൽ എത്തുകയും അതിനെ സമീപിക്കുകയും ചെയ്തത്. 2024 ഏപ്രിൽ തിരുവല്ലയിലെ ഒരു ഹോട്ടൽ മുറിയിൽ പരാതിക്കാരിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതിക്കാരി പോലീസിൽ വിശദമായ പരാതി നൽകിയിരുന്നു.